ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, എല്ലാവരും ഇന്ന് യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ് പോലെയുള്ള നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം നെറ്റ് കാർഡ് കയറ്റുന്നു, ഇവകളൊക്കെ ഉപയോഗിക്കുന്നെങ്കിലും നമുക്ക് ഇവയിലൊന്നും വല്ല വരുമാനവും ഉണ്ടാക്കുവാൻ സാധിക്കുമോ എന്ന് ആലോചിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും. എങ്കിലും അങ്ങനെയുള്ളൊരു ആലോചനക്കാർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും യൂട്യൂബിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് പണമുണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് എന്നിവ വാങ്ങാൻ സാധിക്കില്ല. എന്നാൽ മൊബൈലിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിൽ അക്കൗണ്ട് തുടങ്ങി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് വ്യൂ കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പണം സമ്പാദിക്കാമെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ 3 സ്റ്റെപ്പുകൾ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ഐഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ചെന്ന് നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് ശേഷം ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക. ശേഷം ഒരു 1-2 വീഡിയോ നിങ്ങൾ ഫസ്റ്റ്ലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ശേഷം നിങ്ങളുടെ രണ്ടാമതായും കൊണ്ട് മോണിറ്റൈസേഷൻ എന്നൊരു സ്റ്റെപ്പാണ്, അത് ചെയ്യുക. മൂന്നാമതായി ആഡ്സെൻസ് അക്കൗണ്ടുമായി നിങ്ങളുടെ ചാനലിനെ ബന്ധിപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബുമായിട്ടുള്ള എല്ലാ പ്രോസസ്സും ചെയ്ത് നിങ്ങൾക്ക് പണം ലഭ്യമാകാനുള്ള തുടക്കം അതോടുകൂടി പൂർത്തിയാവുകയാണ്. അതിനുവേണ്ടി എങ്ങനെ മൊബൈലിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാമെന്ന് ഞാൻ ചുരുക്കരൂപത്തിൽ നിങ്ങൾക്ക് വിവരിക്കാം. അതുകൊണ്ട് ഒരുപാട് പറയേണ്ടതുണ്ടെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ക്ലൂയിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ പോകുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ഓണായി വന്നിട്ടുള്ളത് എൻ്റെ ഗൂഗിൾ ഐഡിയും പാസ്വേഡ് വെച്ചിട്ടുള്ള ഞാൻ ഓപ്പൺ ആക്കിയിട്ടുള്ള ഹോം പേജാണ്. അതുപോലെ നിങ്ങളുടെ ഗൂഗിൾ ഐഡിയും പാസ്വേഡും വെച്ച് സൈൻ ഇൻ ചെയ്ത ശേഷം നിങ്ങൾ ഹോം പേജ് ഇവിടെ ഓൺ ചെയ്യുക. ശേഷം നിങ്ങളുടെ ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ മൈ ചാനൽ എന്നുള്ളിടത്ത് നിങ്ങൾക്കിവിടെ ക്രിയേറ്റ് മൈ ചാനൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഒരു ചാനൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ശേഷം ചാനൽ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളൊരു 3 വീഡിയോസെങ്കിലും ആദ്യമായി അപ്ലോഡ് ചെയ്യുക. അത് പൊതുവേ നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ ആ 3 വീഡിയോസും ഇംഗ്ലീഷിലായിരിക്കും എന്നാണ് ഏറ്റവും ഉത്തമം. അത് കൂടി പറയുകയാണ്. ശേഷം നിങ്ങൾ നിങ്ങളുടെ ക്രോം ബ്രൗസറിൽ പോവുക. ശേഷം ഇവിടെ www.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഇവിടെ തെളിഞ്ഞു കാണുന്നത് എൻ്റെ ഗൂഗിൾ ഐഡിയും പാസ്വേഡും വെച്ച് നാം അവിടെ കണ്ട പോലെ തന്നെയുള്ള ഹോം പേജാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇത് നിങ്ങളുടെ ഗൂഗിൾ ഐഡിയും പാസ്വേഡും വെച്ച് സൈൻ ഇൻ ചെയ്ത ഹോം പേജ് തന്നെയാണോ എന്ന് നിങ്ങൾ ഇവിടെ മുകളിൽ കാണുന്ന 3 ഡോട്ട് പോയിന്റുകൾ ക്ലിക്ക് ചെയ്ത് ശേഷം ഇതിലുള്ള സെറ്റിങ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിവിടെ കാണിക്കും, ഇതെൻ്റെ ഗൂഗിൾ ഐഡിയും പാസ്വേഡും വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്ത യൂട്യൂബ് അക്കൗണ്ടിൻ്റെ ഹോം പേജ് തന്നെയാണ് വന്നിരിക്കുന്നത് മനസ്സിലാവും. അതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ശേഷം അതേ 3 ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളിവിടെ റിക്വസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നതിനെ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ലോഡാവുന്നതായി കാണിക്കും. ശേഷം നിങ്ങൾ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ ഇത് ലോഡ് ചെയ്യുന്നതായി കാണിക്കുന്നത് അതുപ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കമ്പ്യൂട്ടറിൽ കാണിക്കുന്ന പോലെ ഇവിടെ ഒരു ഹോം സ്ക്രീൻ ഓപ്പൺ ആയി വരും.
ശേഷം നിങ്ങൾ നിങ്ങളുടെ ഈ ഏറ്റവും മുകളിലായിട്ടുള്ള യൂട്യൂബ് ഇൻ എന്നതിനടുത്തുള്ള 3 വരെയുള്ളൊരു ബട്ടൺ കാണിക്കും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒന്നോ രണ്ടോ വട്ടം ക്ലിക്ക് ചെയ്താലേ വരികയുള്ളൂ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഹോം, മൈ ചാനൽ, ട്രെൻഡിങ് ഒരുപാട് ഓപ്ഷൻ കാണിക്കും. ഇതിൽ നിങ്ങളുടെ മൈ ചാനൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മൈ ചാനൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നത് ഇത് എൻ്റെ ചാനലിൻ്റെ ഹോം പേജാണ് കാണിക്കുന്നത്. ഇതിൽ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ വരുത്തുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മുകളിലായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ വീഡിയോ മേജർ എന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ ലോഡിങ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇവിടെ സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എൻ്റെ വീഡിയോസുകളാണ്. ശേഷം നിങ്ങൾ നിങ്ങളെ ഈ മുകൾ ഭാഗത്തായിട്ട് നിങ്ങളുടെ ഈ ലെഫ്റ്റ് സൈഡിൽ ചാനൽ എന്നൊരു ഓപ്ഷൻ കാണാതിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഈ സ്റ്റാറ്റസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന ഭാഗത്ത് നിങ്ങളുടെ ഗൂഗിൾ ഐഡിയിൽ എന്ത് പേരാണ് കൊടുത്തിട്ടുള്ളത് ആ പേരിവിടെ കാണിക്കുകയും, ശേഷം ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള പാർട്ട്ണർ വെരിഫൈഡ് എന്നാണ് എൻ്റെ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ അതിന് പകരം നിങ്ങൾ പുതുതായി നിർമ്മിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ വെരിഫൈ എന്നൊരു ഒരു ചെറിയ നീല നിറത്തിലുള്ള ഒരു പെട്ടിയിൽ വെരിഫൈ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് അതിൽ കണ്ടിന്യൂ ചെയ്യുക. ശേഷം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഒരു മെസ്സേജ് വരും. മെസ്സേജ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജസിൽ പോയി ആ കോഡ് എടുത്ത് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്താൽ നിങ്ങളുടെ ഈ അക്കൗണ്ട് വെരിഫൈ ആകും. ശേഷം നിങ്ങൾ താഴോട്ട് പോയാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മോണിറ്റൈസേഷൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്കിവിടെ എനേബിൾ എന്നാണ്, എൻ്റെ ഓൾറെഡി എനേബിൾ ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോട്ട് എനേബിൾ ആൻഡ് ഇവിടെ ഈ അറ്റത്തായിട്ട് എനേബിൾ എന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് എലിജിബിൾ എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ നെയിം മറ്റു കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുക്കുക. ശേഷം നിങ്ങൾക്കിവിടെ സാധിക്കും ഈ മോണിറ്റൈസേഷൻ എനേബിൾ എന്നൊന്ന് കൊടുത്തതിന് ശേഷം കുറച്ചടിയിലായും കൊണ്ട് അപ്ലൈ ടു ആഡ്സെൻസ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് മറ്റു വിവരങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവസാനം നിങ്ങളുടെ 3 സ്റ്റെപ്പായിരിക്കും ചെയ്യാനുണ്ടാവുക. ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ട് ശരിയാണെന്ന് നോക്കി ക്ലിക്ക് ചെയ്യുക. അങ്ങനെ 3 സ്റ്റെപ്പ് നിങ്ങൾക്ക് സിമ്പിൾ സ്റ്റെപ്പുകളാണ്. 3 സ്റ്റെപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ടിലേക്കൊരു മെസ്സേജ് വരും. താങ്കളുടെ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്, ഒരു 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിന് മറുപടി ലഭിക്കുമെന്ന് ഒരു മെസ്സേജ് വരും. 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ എന്താണ് നിങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷൻ്റെ മറുപടി നിങ്ങൾക്ക് ലഭ്യമാകും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ശേഷം നിങ്ങൾ ഈ പറഞ്ഞ പ്രവർത്തനമൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയി ശേഷം യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ എത്ര വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നും അത് എത്ര വ്യൂ കിട്ടിയെന്നും
എത്ര വീട്ടിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നും എത്ര സമയം കണ്ടു എന്നൊക്കെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ മുകളിൽ കാണുന്ന ഒരു എഡിറ്റ് ബട്ടൺ ചെയ്യുക. അപ്പോൾ എനിക്ക് കാണിക്കും എൻ്റെ വീഡിയോസിൻ്റെ പേര് മറ്റു കാര്യങ്ങൾ കാണാൻ സാധിക്കും. ശേഷം ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനായ മോണിറ്റൈസേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മോണിറ്റൈസ് വിത്ത് അഡ്വർടൈസ്മെൻറ്റ് എന്ന ഓപ്ഷൻ ഇവിടെ എനേബിൾ ചെയ്ത് വെക്കണം. കാരണം ഇത് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് പ്രകാരം നിങ്ങൾക്കതിൽ നിന്ന് പണം സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഇവിടെ മോണിറ്റൈസേഷൻ ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പറഞ്ഞ പോലെ ക്രോമിൽ പോയി ആ മോണിറ്റൈസേഷൻ എന്നുള്ളത് എനേബിൾ ചെയ്യാൻ മറക്കരുത്. എനേബിൾ ചെയ്താൽ മാത്രമേ ഇവിടെ ഇങ്ങനെ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പണം സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എന്നിട്ട് സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ ഫോണിൽ തന്നെ യൂട്യൂബ് വഴി വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീഡിയോസിലുള്ള മോണിറ്റൈസേഷൻ ആഡ്സെൻസ് അക്കൗണ്ട് അപ്രൂവൽ ലഭിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്ക് ഈ മൊബൈലിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളൊരു ചെറിയ വരുമാനം കാണാൻ സാധിക്കും. എന്തായാലും പെട്ടെന്ന് തന്നെ ഒരുപാട് പണം ഉണ്ടാക്കുവാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് സമയമെടുത്ത് ഒരുപാട് പ്രയത്നങ്ങൾ, ഒരു ദിവസം 2-3 വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരുന്നാലും നിങ്ങൾക്ക് അതിന് വ്യൂ കിട്ടുകയുള്ളൂ. മിനിമം ഒരു 1000 വ്യൂ ആയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് പണം കിട്ടി തുടങ്ങുകയുള്ളൂ. ഡോളർ മുഖേനയും കിട്ടി തുടങ്ങുക. അത് നിങ്ങൾക്ക് ഒരു $100 ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് മാറ്റാവുന്നതും നിങ്ങൾക്ക് അത് റിസീവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക, എല്ലാവർക്കും എത്തിക്കുക. ശേഷം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.